The official attendance for today's match is 9,854. Thank you for coming and being a fantastic audience. കലൂർ സ്റ്റേഡിയത്തിലെ തകരാറുകൾക്കിടയിലും ഇന്നലെ നടന്നത് ആവേശപ്പോരാട്ടമായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ മത്സരത്തിൽ 5 ഗോളുകൾ സമ്മാനിച്ച ത്രില്ലിംഗ് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആവേശോജ്വല വിജയമായിരുന്നു സമ്മാനിച്ചത്. ഉമാ തോമസ് MLA അപകടത്തിൽപ്പെട്ട കലൂരിലെ നൃത്തപരിപാടിയിൽ സ്റ്റേഡിയത്തിന് ഗുരുതര കേടുപാടുകളും സംഭവിച്ചിരുന്നു. ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം. ക്രമാതീതമായ ടർഫിലേക്ക് ആളുകളെ തള്ളിക്കയറ്റിയാണ് കായികേതര പരിപാടി ഇവിടെ നടന്നത്. ഇതിന് പിന്നാലെ ടർഫിന് ലക്ഷങ്ങളുടെ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. ഇന്നലെ മത്സരം നടന്ന ടർഫിലെ പുൽത്തകിടി ഉണങ്ങി വരേണ്ട നിലയിലുമായിരുന്നു. മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പരിശോധനയിൽ ഗുരുതര കേടുപാടുകൾ ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയിരുന്നു. വിവാദമായ മൃദംഗനാഥം നൃത്തപരിപാടി നടത്തിയതിനു ശേഷമാണ് ടർഫ് അലങ്കോലമായത്. കായിക പരിപാടികൾ മാത്രം നടക്കേണ്ട സ്ഥലത്ത് കുത്തിനിറച്ച് ആളുകളെ കയറ്റിയതും വാഹനങ്ങൾ ഉള്ളിൽ പ്രവേശിപ്പിച്ചതും ടർഫിനെയും മത്സരത്തെയും ബാധിക്കുമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആശങ്ക പങ്കുവച്ചിരുന്നു. പോലീസ് ഇടപെട്ടതോടെയാണ് വിവാദമായ നൃത്തപരിപാടിയുടെ സ്റ്റേജ് ടർഫിൽ നിന്ന് മാറ്റാൻ പോലും കഴിഞ്ഞ ദിവസം തയ്യാറായത്. ഇത് മാത്രമല്ല, നൃത്തപരിപാടിയിൽ പങ്കെടുത്ത ദിവ്യ ഉണ്ണി അടക്കമുള്ള സിനിമാ താരങ്ങൾക്ക് വിശ്രമിക്കാനായി സ്റ്റേഡിയത്തിന് അകത്തേക്ക് കാരവാനും കയറ്റിയിരുന്നു. ടർഫിൽ നിന്ന് കാരവാൻ കഴിഞ്ഞ ദിവസമാണ് പോലീസ് മാറ്റിയത്. പുൽത്തകിടി പരിപാലിക്കുക എന്നത് ലക്ഷങ്ങൾ മുതൽ മുടക്കുള്ള പരിപാടിയാണ്. എന്നാൽ ക്രമാതീതമായി നർത്തകരെ തള്ളിക്കയറ്റിയത് വഴി പുൽത്തകിടി ഉണങ്ങി വരേണ്ട നിലയിലുമെത്തി. സംഘാടകരുടെ വാഹനങ്ങളടക്കം പുൽത്തകിടിയിലേക്ക് കയറ്റിയതാണ് ടർഫ് നശിക്കാൻ കാരണമായത്. നശിച്ച പുൽത്തകിടി ഇനി പഴയപടിയാക്കണമെങ്കിൽ പണമേറെ ചെലവാക്കേണ്ട അവസ്ഥയുമാണെന്നും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കണക്കുകൂട്ടുന്നു. 11,600-ലധികം നർത്തകരെ കുത്തിനിറച്ചായിരുന്നു പരിപാടി നടത്തിയത്. പ്ലേ ഏരിയ ഒഴിവാക്കുമെന്ന് സംഘാടകർ ഉറപ്പ് നൽകിയിരുന്നെങ്കിലും ഇത് പാലിക്കപ്പെട്ടില്ല. എന്നാൽ മൃദംഗ മിഷൻ ഈ ഉറപ്പുകൾ ലംഘിച്ചു എന്ന് കണ്ടെത്തുകയും ചെയ്തു. സബ് നൽകിയ കരാർ കമ്പനി ഒരു മാനദണ്ഡമോ സുരക്ഷാ ക്രമീകരണങ്ങളോ പോലും പാലിച്ചിരുന്നില്ല. ഇതാണ് കൂടുതൽ പ്രതിഷേധത്തിലേക്കും വഴിവെച്ചത്. സ്റ്റേജിൽ അനധികൃതമായി പന്തൽ നാട കെട്ടി ടർഫിലേക്ക് വാഹനങ്ങൾ കയറ്റി ടർഫ് അലങ്കോലപ്പെടുത്തി അനുമതിയില്ലാതെ ക്രമാതീതമായി ആളുകളെ കുത്തിനിറച്ചു തുടങ്ങിയ ആരോപണങ്ങളെല്ലാം നിലനിൽക്കുകയാണ്. കായിക പരിപാടികൾ നടക്കുന്ന സ്റ്റേഡിയത്തിൽ കായികേതര പരിപാടികൾ നടത്തരുതെന്നാണ് ബ്ലാസ്റ്റേഴ്സ് പരാതി ഉന്നയിച്ചത്. പുൽത്തകിടി പൂർണ്ണ സജ്ജമാക്കുന്നതിന് ബ്ലാസ്റ്റേഴ്സ് ടീം രാപ്പകൽ പണിയെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇന്നലെ മത്സരത്തിനിറങ്ങിയത്. പുൽത്തകിടി പരിപാലനത്തിന്റെ ഉത്തരവാദിത്തം ബ്ലാസ്റ്റേഴ്സിനാണെന്ന് വിവാദത്തിൽ GCDAയുടെ മറുപടി എത്തിയത്. കസേരകളും പുൽത്തകിടികളും പരിപാലിക്കുന്നതും കരാർ ബ്ലാസ്റ്റേഴ്സിനാണെന്നും GCDA വാദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ലോഗിൻ കേരള. The official attendance for today's match is 9,854. Thank you for coming and being a fantastic audience. Ini